ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ബെർണൗളിസ് തിയറം പഠിച്ചിട്ടുണ്ട് അല്ലേ? ബെർണൗളിസ് തിയറത്തിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. വാട്ടർ ഫ്ലോസ് ത്രൂ എ ഹൊറിസോണ്ടൽ ട്യൂബ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ബിറ്റ്വീൻ വാട്ടർ കോളംസ് ഇൻ വെർട്ടിക്കൽ ട്യൂബ്സ് ഈസ് 5 centimeter. And the area of cross section at A and B 6 centimeter square and 3 centimeter square respectively. The rate of flow will be dash centimeter cube per second. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഈ എ എന്ന് പറയുന്ന റീജിയൻ കൺസിഡർ ചെയ്യാം. ഈ റീജിയനിലുള്ള ഈ ഏരിയ ഞാൻ A1 എടുക്കാം. അതെനിക്ക് 6 എന്ന് തന്നിട്ടുണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ ബി എന്ന് പറയുന്ന റീജിയൻ എടുത്താൽ അവിടെയുള്ള ഏരിയ A2 അത് 3 centimeter സ്ക്വയർ എന്ന് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഞാൻ ചെറിയ കാര്യം ചെയ്യാണ്. ഇവിടെ ലിക്വിഡിന്റെ വെലോസിറ്റി V1 എടുക്കാം, ഇവിടെ V2 എടുക്കാം. ശരിയാണോ? ഇവിടെ നിങ്ങൾക്കറിയാം നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് A1 V1 ഈക്വൽ ടു A2 V2 എന്നാണ് അല്ലേ? ഓർ AV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ AV ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെ A1 V1 ഈക്വൽ A2 V2 ആ ലോജിക്ക് നമ്മൾ യൂസ് ചെയ്യുക അവിടെ. അങ്ങനെയാണ് V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ അല്ലേടാ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏരിയ ഹാഫ് ആവല്ലേ? 6 എന്നുള്ളത് 3 ആവല്ലേ അല്ലേ? അപ്പൊ ഏരിയ ഹാഫ് ആയാൽ വെലോസിറ്റി ഡബിൾ ആവൂലേ? ശരിയാണോ? അപ്പൊ എന്ന് ബിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏരിയ 6 3 ആയി അല്ലെ? ഹാഫ് ആയി. അപ്പൊ ഏരിയ ഹാഫ് ആയിട്ടുണ്ട്, വെലോസിറ്റി എന്തായിട്ടുണ്ടാവും? ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആ V2 എന്ന് പറയുന്നത് 2V1 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്താൽ ഈ രണ്ട് സ്ഥലത്തുള്ള ഏരിയകൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാവുന്നത് കൊണ്ട് വെലോസിറ്റിയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഏരിയ പകുതി ആവാണ്, ഏരിയ ഹാഫ് ആണെങ്കിൽ വെലോസിറ്റി ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ V2 ഈക്വൽ ടു 2V1. ശരിയാണോ? ഇനി നമുക്ക് ഇവിടെ ഉള്ള റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണമെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഐദർ A1 V1 അല്ലെങ്കിൽ A2 V2 അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് V1 കണ്ടുപിടിക്കണ്ടേ അല്ലെ V2 കണ്ടുപിടിക്കണ്ടേ? അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം അല്ലെ? ഇത് ഹൊറിസോണ്ടൽ പൈപ്പ് അല്ലടാ. അപ്പൊ ഹൊറിസോണ്ടൽ പൈപ്പിന്റെ കേസിൽ ഇവിടെയുള്ള പ്രഷർ P1 എടുക്കാം, ഇവിടെയുള്ള പ്രഷർ P2 എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ പൈപ്പ് ആണെങ്കിൽ നമ്മൾ ബെർണോളിസ് തിയറി എഴുതിയത് P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. ശരിയാണോ? ഞാൻ ആ പ്രഷറിനൊക്കെ ഒരു സൈഡിലാക്കി. അപ്പൊ എനിക്ക് P1 മൈനസ് P2 ഈക്വൽ ടു വെലോസിറ്റിന്റെ ടേമിനൊക്കെ അതർ സൈഡിലേക്ക് ഉണ്ട്. അപ്പൊ ഈ ടേമിന് ഞാൻ RHSലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ RHSലേക്ക് കൊണ്ടുപോയാൽ ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ എന്ന് വന്നു. ശരിയാണോ അല്ലെ? അപ്പൊ നിങ്ങൾ നോക്ക്, P1 മൈനസ് P2 ഈക്വൽ ടു ആ ഹാഫ് റോ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ രണ്ട് പോയിന്റ്സിൽ അല്ലെ? ഇവിടെ ഈ റീജിയനിലും ഈ റീജിയനിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നതാ ഈ ലിക്വിഡ് കോളം എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ അല്ലേ? അപ്പൊ സപ്പോസ് ഈ ഹൈറ്റ് ഞാൻ H എന്ന് പറയുകയാണെങ്കിൽ, ഈ ഹൈറ്റ് ഞാൻ H എന്ന് പറയുകയാണെങ്കിൽ അല്ലെ, ആ പ്രഷർ ഡിഫറൻസ് H റോ G ആയിരിക്കും. ഇവിടെ പ്രശ്നമില്ല, ഈ ലിക്വിഡ് തന്നെയാണ് ഇതിനകത്തുള്ളത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ പ്രഷർ ഡിഫറൻസ് ഞാൻ H റോ G എന്ന് എഴുതുകയാണെങ്കിൽ ഈക്വൽ ടു അല്ലെ എന്ത് കിട്ടിയടാ മക്കളെ? ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് വന്നു. ശരിയാണോ അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഈ റോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയി അല്ലെ? അപ്പൊ നമുക്ക് LHSൽ എന്താ ഉള്ളത്? ഇനി നിങ്ങൾ നോക്ക്, LHSൽ നമ്മളെ കയ്യിലുള്ളത് H ഇൻറ്റു G എന്നല്ലടാ ഈക്വൽ ടു RHSൽ എന്തുണ്ട്? ഹാഫ് ഇൻറ്റു അല്ലെ? ആ V2 എന്ന് പറഞ്ഞാൽ 2V1 അല്ലേ?
അപ്പൊ 2v1 എന്ന് കൊടുത്താൽ 4v1² മൈനസ് v1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് hg is equal to ഹാഫ് ഇൻറ്റു അല്ലെ 3v1² എന്ന് വന്നു. ഓക്കെ, ഇനി ഞാൻ വാല്യൂസ് കൊടുക്കുകയാണ്. ഈ h എത്രയാ? h 5 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 5 ഇൻറ്റു 10⁻⁻² ഇൻറ്റു g10 എന്ന് എടുത്തോളം പറഞ്ഞിട്ട് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3v1². ഈ 2നെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3v1² is equal to 2 ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻² ഇൻറ്റു 10. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 10 വന്നില്ലടാ. 10 ഇൻറ്റു 10 എത്ര? 100. 100 ഇൻറ്റു 10⁻⁻² 1. അപ്പോൾ 3v1² is equal to നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ v1² 1/3 എന്ന് കിട്ടി. അപ്പോൾ v1 എത്രയാ? 1/√3 എന്ന് കിട്ടി. ശരിയാണോ അല്ലേ? അപ്പൊ v1 നമുക്ക് 1/√3 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിച്ചൂടെ? റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് a1 v1 അല്ലെങ്കിൽ a2 v2 അല്ലേ. v1 നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് ആ റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? a1 v1 യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ റേറ്റ് ഓഫ് ഫ്ലോ ഈക്വൽ ടു a1 ഇൻറ്റു v1 അല്ലെ. ഇത് ശ്രദ്ധിക്കണം, ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലെ. 1/√3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ ആൻസർ സെന്റിമീറ്ററിലെ വരേണ്ടത് അല്ലെ. അപ്പൊ ഈ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കിയാൽ ആ v1 നമ്മളെ കയ്യിലുള്ളത് 1/√3 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ആ മീറ്റർ 100 സെന്റിമീറ്റർ എന്ന് കൊടുത്താൽ 100 /√3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a1 എത്രയാ? ഈ ഏരിയ എത്രയാ? 6 അല്ലെ, ഇൻറ്റു 100/√3. ശരിയാണോ? റൈറ്റ്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ സോൾവ് ചെയ്യാൻ. നിങ്ങളെ അറിഞ്ഞുകൂടാ മക്കളെ. മുകളിലും താഴെ എന്ത് ചെയ്യണം? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 6 ഇൻറ്റു 100/√3. മുകളിൽ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ശരിയാണോ അല്ലെ? ഈ √3 ഇൻറ്റു √3 എത്രയായി? 3 ആയി അല്ലെ. ആ 3യും മുകളിലുള്ള ഇതും കട്ട് ചെയ്തു പോയി, 6ഉം കട്ട് ചെയ്യും അല്ലെ. അപ്പൊ 6 ഇൻറ്റു 100 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ 3 എന്ന് വന്നു അല്ലെ. ഈ 3 ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ 2 ഇൻറ്റു 100 എത്രയാ? 200 അല്ലെ. സോ ആൻസർ 200√3 എന്നാണ് ആൻസർ വരേണ്ടത് അല്ലെ. അപ്പൊ റേറ്റ് ഓഫ് ഫ്ലോ എത്രയാണ്? 200√3 cm³/s വരും അല്ലെ. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക, 200√3.